പോളിനോമിയൽസ് എന്ന് പറയുന്നത് നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ ആയ പോളിനോമിയൽസിലെ ഒരു ചോദ്യമാണ്. In each pair of polynomials given below, find the number to be subtracted from the first to get a polynomial for which the second is as a factor. Find also the second factor of the polynomial got on subtracting the number. ചുവടെയുള്ള ഓരോ ജോഡി ബഹുപദങ്ങളിലും ആദ്യത്തെ ബഹുപദത്തിൽ നിന്ന് ഏത് സംഖ്യ കുറച്ചാലാണ് രണ്ടാമത്തെ ബഹുപദം ഘടകമായി ബഹുപദം കിട്ടുന്നതെന്ന് കണക്കാക്കുക. ഇങ്ങനെ കുറച്ച് കിട്ടുന്ന ബഹുപദത്തിന്റെ രണ്ടാമത്തെ ഘടകം കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കിവിടെ 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ഒരു പോളിനോമിയൽ ഉണ്ട്, ഒരു ബഹുപദം ഉണ്ട്. അതിന്റെ ഫാക്ടർ എക്സ് മൈനസ് ഫസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ x² - 3x + 5 എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഫാക്ടർ x-4 ആയിട്ട് കിട്ടണമെങ്കിൽ ഈ പോളിനോമിയലിൽ നിന്ന് നമ്മൾ എത്ര മൈനസ് ചെയ്യണം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിൽ ഒന്നാമത്തെ ഞാൻ എടുത്തു. ഇപ്പൊ ഫാക്ടർ ആണെങ്കിൽ ഉള്ളൊരു ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയലിന്റെ ഫാക്ടർ പി ഓഫ് എ ആണെങ്കിൽ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പോളിനോമിയലിന്റെ ഫാക്ടർ x-a ആണെങ്കിൽ പി ഓഫ് എ = 0 ആയിരിക്കും. എക്സിന്റെ സ്ഥാനത്ത് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 എന്ന് കിട്ടണം. അതാണ് പോളിനോമിയലിന്റെ ഫാക്ടർ തിയറം എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് ഏതാണോ ഫാക്ടർ ആണ് എന്ന് ചെക്ക് ചെയ്യാൻ തന്നിട്ടുള്ളത് അതേ = 0 എന്ന് എടുക്കുക. ഇപ്പൊ x-4 ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ x-4 = 0 എന്ന് എടുക്കുക. അതിന് x = -4 പ്രമേയം എന്താവും +4 ആവും. ഇനി ആ പോളിനോമിയലില് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സിന്റെ സ്ഥാനത്തൊക്കെ 4 ഇട്ട് കൊടുക്കുക. അപ്പൊ x² 4² -3x അപ്പൊ -3 × 4 +5. ഇത് 0 കിട്ടണം എങ്കിലേ x-4 എന്താവുള്ളൂ, ഫാക്ടർ ആവുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. 4ന്റെ സ്ക്വയർ 16 ആണ്. 3 × 4 12, 12 + 5 വരും. ഇനി അടുത്ത് ഇത് രണ്ടും കൂട്ടി, ഞാൻ പോസിറ്റീവ് നമ്പറുകൾ കൂട്ടി 16ഉം 5ഉം കൂട്ടിയപ്പോ എത്ര കിട്ടി, 21 കിട്ടി. 21 - 12 പോയാൽ അതിന്റെ സ്റ്റെപ്പ് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. 21 - 12 പോയാൽ നമുക്ക് എത്ര കിട്ടും, 9 കിട്ടും. ഇനി അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. 16 - 12 പോയാൽ 4, 4ക്ക് 5 കൂട്ടിയാൽ 9. അപ്പൊ 0 അല്ല കിട്ടിയത്. 0 അല്ലാത്തത് കൊണ്ട് തന്നെ ഇതെന്തല്ല, ഫാക്ടർ അല്ല. ഇതിനെ നമുക്ക് റിമൈൻഡർ എന്ന് പറയാൻ പറ്റും ശരിക്കും. ഇനി ഈ റിമൈൻഡർ അതിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. ഈ 9 അതിൽ നിന്ന് മൈനസ് ചെയ്താൽ x-4 എന്താവും, ഫാക്ടർ ആവും. ഓക്കെ, അപ്പൊ 5 ന്ന് 9 മൈനസ് ചെയ്യുക. 5 ന്ന് 9 മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, 9 ന്ന് 5 കുറച്ചിട്ട് മൈനസിന്റെ ചിഹ്നം ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ -4. ഇതാണ് ഇതിന്റെ പോളിനോമിയൽ, നമുക്ക് കിട്ടിയ പോളിനോമിയൽ. ഇതിന്റെ ഫാക്ടർ ആണ് ആര്, x-4. ഓക്കെ, ഇനി ഇവിടെ അടുത്തത് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നോക്കി, ഗുണിക്കുമ്പോ നമുക്ക് എത്ര കിട്ടണം, -4 കിട്ടണം. ഓക്കെ, ഒറ്റക്ക് നിൽക്കുന്ന സംഖ്യയാണ് ഗുണിക്കുമ്പോ കിട്ടേണ്ടത്. അങ്ങനെയാണ് നമ്മൾ അതിന്റെ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്തത് അല്ലെ, ഫാക്ടർ ആക്കി എഴുതിയത്. അപ്പൊ ഗുണിക്കുമ്പോ -4 കിട്ടണം. അതിൽ ഒരെണ്ണം ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, -4 ആണ് അല്ലെ. ആ -4ന്റെ കൂടെ എന്ത് ഗുണിച്ചാലാണ് നമുക്ക് -4 കിട്ടുക, 1 ഗുണിച്ചാലാണ് കിട്ടുക. -4 × 1 ആണ് -4. അപ്പൊ അടുത്ത ഫാക്ടർ ആരാണ്, x+1 ആണ്. ഓക്കെ, ഇനി -4ഉം 1ഉം കൂട്ടി നോക്കിയാൽ -3ഉം കിട്ടും അല്ലെ. കൂട്ടുമ്പോ എക്സിന്റെ കൂടെയുള്ള സംഖ്യ കിട്ടണമെന്നാണ്, -3 കിട്ടണില്ലേ. അപ്പൊ x-4 x+1. ഇനി രണ്ടാമത് ഇത് മനസ്സിലായിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഈ 4 ചെയ്യുമ്പോൾ ഈ കൺസെപ്റ്റ് നമുക്ക് അങ്ങോട്ട് മൈൻഡിൽ സെറ്റ് ആവണം കേട്ടോ. x² - 3x + 5 x+4 ഫാക്ടർ ആണെന്ന് ചെക്ക് ചെയ്യാണ്. അത് ആകുന്ന പോളിനോമിയൽ കാണാൻ പോവാണ് കേട്ടോ. അപ്പൊ x+4 = 0 എന്ന് എടുക്കുക. അതിന് x = -4. ഇനി p of -4 കാണാം. അപ്പൊ x² എന്ന് പറയുമ്പോൾ -4ന്റെ സ്ക്വയർ, -3x എന്ന് പറയുമ്പോൾ -3 × -4 +5. -4ന്റെ സ്ക്വയർ, നെഗറ്റീവിന്റെ സ്ക്വയർ കാണുമ്പോൾ നെഗറ്റീവ് എന്താവും, പോസിറ്റീവ് ആവും. അപ്പൊ -4ന്റെ സ്ക്വയർ 16 എന്ന് കിട്ടും. -3ഉം -4ഉം ഗുണിക്കുമ്പോൾ 2 നെഗറ്റീവ് ഗുണിക്കുമ്പോൾ അത് എന്താകും, പോസിറ്റീവ് ആകും. അപ്പൊ -3 × -4 എന്താ, 12 +5 എല്ലാം പോസിറ്റീവ് ആണ്. അങ്ങോട്ട് കൂട്ടുക. 16ഉം 10ഉം 26ഉം 2ഉം 28. 28ക്ക് 5 കൂട്ടിയാൽ 28ഉം 2ഉം 30, 3 33. ഇവിടെ റിമൈൻഡർ 33 ആണ് കിട്ടിയത്.
അപ്പൊ ഈ 33 നമ്മൾ അതിന് അങ്ങോട്ട് മൈനസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഏതിന്? x² - 3x + 5 മൈനസ് 33. അപ്പൊ 5ന്ന് 33 പോയാൽ നമുക്ക് -28 എന്ന് കിട്ടും. ഇനി ഗുണിക്കുമ്പോ എന്ത് കിട്ടണം? -28 കിട്ടണം. ഓക്കെ, ഗുണിക്കുമ്പോ -28 കിട്ടണം. നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഒരാളുണ്ട്, ആര്? 4 അല്ലെ, +4 ഉണ്ട്. നമ്മളുടെ ഒരു ഫാക്ടർ +4 ആണ്. അടുത്ത ഫാക്ടർ 4ന്റെ കൂടെ ഏത് ഗുണിച്ചാലാണ് നമുക്ക് -28 കിട്ടുക? ഗുണിക്കുന്ന സംഖ്യ നെഗറ്റീവ് ആയിരിക്കണം, കാരണം ഇത് പോസിറ്റീവ് ആണ്. ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ആയാലേ ആൻസർ നെഗറ്റീവ് ആവുള്ളൂ. 4 × 7 ആണ് 28. അപ്പൊ 4 × -7 കണ്ടോ? കാരണം ഗുണിക്കുമ്പോ നമുക്ക് ഈ ഒറ്റക്കുള്ള സംഖ്യയും കൂട്ടുമ്പോ എക്സിന്റെ കൂടെയുള്ള സംഖ്യ കിട്ടണം. ഇനി -7 4 കൂട്ടി നോക്കിയാൽ -3 കിട്ടൂലേ? വലുതിന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. അപ്പൊ 7ന്ന് 4 പോയാൽ 3, വലുത് മൈനസ് ആണ്, അപ്പൊ -3. അപ്പൊ ഫാക്ടറായി. x + 4ഉം x - 7ഉം ആയി. വാ, മൂന്നാമത് x² + 5x - 7. x - 1 ആണ്. അപ്പൊ x - 1 = 0 എന്ന് എടുത്തു. അപ്പൊ x എത്രയാ? x = 1 ആണ്. ഇനി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പൗസ് ചെയ്തിട്ട് നിങ്ങൾ ഒറ്റക്കൊന്ന് ചെയ്തു നോക്കുക കേട്ടോ, എന്നിട്ട് ചെക്ക് ചെയ്യാം ഈ രണ്ടെണ്ണം കേട്ടോ. അപ്പൊ ഇനി ഞാൻ P(1) കാണാൻ പോവാണ്. 1ന്റെ സ്ക്വയർ x² എന്ന് പറയുമ്പോൾ 1ന്റെ സ്ക്വയർ + 5 × 1 1 -7. 1ന്റെ സ്ക്വയർ 1 ആണ്. 5 × 1 5 ആണ്, -7. 5ക്ക് 1 കൂട്ടിയാൽ 6. 6ന്ന് 7 പോയാൽ -1. അപ്പോ ഈ -1 വേണം ഞാൻ അതിൽ നിന്ന് മൈനസ് ചെയ്യാൻ. അപ്പൊ എങ്ങനെ വരും? x² + 5x -7. എവിടെ -7 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. എന്തിനെ? -1നെ. രണ്ട് മൈനസ് അടുപ്പിച്ച് വരുമ്പോ എന്താവും? പ്ലസ് ആവും. ഓക്കെ, അപ്പോ ഇത് പ്ലസ് ആവും. അപ്പോ a + 1 പറയുമ്പോ എന്താ? വലുതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. അപ്പൊ 7ന്ന് 1 പോയാൽ 2 നെഗറ്റീവ് വന്നപ്പോ പ്ലസ് ആയില്ലേ? ബാക്കിയുള്ളതൊക്കെ മായ്ച്ചളയാം കേട്ടോ. 2 നെഗറ്റീവ് അടുപ്പിച്ച് വന്നപ്പോ എന്തായി? പ്ലസ് ആയി. അപ്പൊ -a + 1 എന്ന് പറയുമ്പോ എന്താ? 7ന്ന് 1 കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. 7ന്ന് 1 പോയ 6, വലുതിന്റെ ചിഹ്നം മൈനസ്. ഇനി ഒരു ഫാക്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട് -1 ആണ്. -1ന്റെ കൂടെ എന്ത് ഗുണിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക? -6 കിട്ടുക. ഒറ്റക്ക് നിൽക്കുന്നത് ഗുണനഫലാണല്ലോ. -1ന്റെ കൂടെ ആരെ ഗുണിച്ചാലാണ് കിട്ടുക? 6നെ ഗുണിച്ചാലാണ് കിട്ടുക. അതാണ്. ഓക്കെ, അപ്പം -1 × 6 ആണ് -6. ഇത് രണ്ടും കൂട്ടുമ്പോ നമുക്ക് +5 കിട്ടൂല. ചെക്ക് ചെയ്താലോ? -1ഉം +6 കൂട്ടി നോക്കിയേ. വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. 6ന്ന് 1 പോയാൽ എത്രയാണ്? 5 ആണ്. 6 അല്ലേ വലുത്, അപ്പൊ പോസിറ്റീവ് അല്ലേ? കിട്ടിയില്ലേ? അപ്പൊ എങ്ങനെയാ? x - 1ഉം x + 6ഉം. അടുത്ത് x² - 4x - 3. x - 1 ആണ് നമ്മളുടെ ഫാക്ടർ. അപ്പൊ x - 1 = 0 എടുത്തു. അതിന് x = 1 എന്ന് കിട്ടി. ഇനി P(1) ഞാൻ കണ്ടു. 1ന്റെ സ്ക്വയർ -4 × 1 -3. 1ന്റെ സ്ക്വയർ 1 ആണ്. 4 - 4 × 1 4 -3. 4ഉം 3 2 നെഗറ്റീവ് ആണ്. അതായത് 1ന്ന് 4 പോയാൽ -3 അല്ലെ? അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി. ആദ്യം 1 മൈനസ് ഇട്ടു, 4ഉം 3ഉം കൂട്ടിയ 7. 7ന്ന് 1 പോയാൽ 6, വലുതിന്റെ ചിഹ്നം മൈനസ്, അപ്പൊ -6. ഓക്കെ, ആദ്യം പോസിറ്റീവ് നമ്പർ എഴുതി. 2 നെഗറ്റീവ് സംഖ്യകൾ വന്നാലും നെഗറ്റീവ് ഇട്ടിട്ട് കൂട്ടണം. അപ്പൊ 4ഉം 3ഉം 7. ഇനി 1 - a എന്ന് പറയുമ്പോൾ വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം, അപ്പൊ -6. ഇനി നേരത്തെ -1 വന്നപ്പോ ചെയ്ത പോലെ തന്നെ കേട്ടോ. x² - 4x - 3 എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ആരെ മൈനസ് ചെയ്യണം? -6നെ മൈനസ് ചെയ്യണം. അപ്പൊ 2 മൈനസ് അടുപ്പിച്ച് വരുമ്പോ എന്താവും? പ്ലസ് ആവും. അപ്പൊ 6ന്ന് 3 പോയാൽ 3, വലുതിന്റെ ചിഹ്നം പോസിറ്റീവ്, അപ്പൊ +3 എന്ന് കിട്ടും. ഇനി ഒന്നാമത്തെ ഫാക്ടർ ആരാണ്? -1 ആണ്. -1 നമുക്ക് പ്രൊഡക്റ്റ് എത്ര കിട്ടണം? 3 കിട്ടണം. ഒറ്റക്ക് നിൽക്കുന്ന സംഖ്യയുള്ള പ്രൊഡക്റ്റ് 3 കിട്ടണം. അതിലൊരു ഫാക്ടർ x - 1 ആണ്. ഓക്കെ, ഒരു ഫാക്ടർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ, x - 1 ആണ്. അപ്പൊ -1ന്റെ കൂടെ എന്ത് ഗുണിച്ചാലാണ് 3 കിട്ടുക? -3 ഗുണിച്ചാലാണ് കിട്ടുക അല്ലെ? -1 × -3 ആണ് 3. ഇനി ഇത് രണ്ടും കൂട്ടുമ്പോ -4 കിട്ടണ്ടേ? എക്സിന്റെ കൂടെയുള്ള സംഖ്യ അത് കിട്ടുമോ? -1ഉം -4ഉം കൂട്ടുമ്പോ 2 നെഗറ്റീവ് ആണ്. അപ്പൊ സംഖ്യകൾ കൂട്ടിയിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. അപ്പൊ -1 + -3 എന്ന് പറഞ്ഞാൽ -4. അപ്പൊ നമ്മളുടെ ഫാക്ടർ x - 1ഉം x - 3ഉം കിട്ടിയില്ലേ? എങ്ങനെയാണ് ഫാക്ടർ ചെക്ക് ചെയ്യുന്നത്? എത്ര മൈനസ് ചെയ്യേണ്ടത് നോക്കാം.
ഇപ്പൊ 4 എക്സാമ്പിൾ ആണ് നമ്മൾ ചെയ്തത് കേട്ടോ. ഒന്ന് വേറെ കുറെ എക്സാമ്പിൾ എടുത്താണ്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഒന്നുകൂടിയൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ.